ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഫിസിക്സ് ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എറർ അനാലിസിസിനെ കുറിച്ചും അതിലെ പ്രോബ്ലംസൊക്കെയാണ്, കോമ്പിനേഷൻ ഓഫ് എറേഴ്സൊക്കെയാണ്. എറേഴ്സൊക്കെ ഇത്തിരി വലിയ ടോപ്പിക്കായിരുന്നു. കാരണം നമ്മൾ 2-3 ക്ലാസ്സുകളും ഒരു 5 ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എററിൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചത്. അത് അത്ര ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. ഇന്ന് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഒരു 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചെറിയൊരു പാർട്ട്, വളരെ ചെറിയൊരു പാർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നതാണ്, ഷുവർ ടോപ്പിക്കാണ് പരീക്ഷയുടെ. എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് നമ്പറുകളെ കുറിച്ച് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു മെഷർമെൻറ്റിൽ വരുന്ന ഡിജിറ്റുകൾ കേട്ടോ. നമുക്ക് എന്താണെന്ന് നോക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡയറക്റ്റ് തന്നെ നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കാം. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? എന്താണ്? ദ മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ദ മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മെഷർമെൻറ്റിലെ റിലയബിൾ ആയിട്ടുള്ള, മോസ്റ്റ് റിലയബിൾ ആയ ഡിജിറ്റ്സിൻ്റെ കൂടെ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരായി? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി. എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ ഡെഫിനേഷൻ ആദ്യം ക്ലിയർ ആക്കുക. ദ മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മളിപ്പോൾ ചില മെഷർമെൻറ്റുകളിൽ നമ്മൾക്കിപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ചില നമ്പറുകൾ ഉണ്ടാവും അല്ലേ, അവരാണ് നമ്മൾ അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കുക. അൺസർട്ടൈൻ ഡിജിറ്റ് നമ്മൾ എന്നിട്ട് റൗണ്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 93.44% മാർക്കാണ് നമുക്ക് കിട്ടിയിരിക്കണം. 93.44% മാർക്കാണ് കിട്ടിയാണ്. അപ്പോൾ നമ്മൾ 93.44% ചിലപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കും, പറയണമെന്നില്ല. നമ്മളെന്ത് പറയും? നമുക്ക് 93% ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 93.4% ഉണ്ട്. എന്തായാലും 93.44% ഉണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ. അപ്പോൾ 93% നമ്മൾ എന്തായാലും പറയും, ഉറപ്പാണ്. എത്ര മാർക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 93% ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നമ്മുടെ ഒരു മെഷർമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ മെഷർമെൻറ്റിലെ 9ഉം 3 എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കണ 4ഉം 4 ഉണ്ടല്ലോ, അവർ നമ്മൾ അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കുക. അതിൽ ആദ്യത്തെ 4നെ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കാം. ആദ്യത്തെ 4നെ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റും പിന്നെ മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ് ആയിട്ടുള്ള 9ഉം 3ഉം ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആരായി? ആ മെഷർമെൻറ്റിലെ എന്തായി? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി. ഓക്കെ, അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ ദ മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ്. അതാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 2 ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടൊന്നും നമുക്കിപ്പോൾ അതിൽ ബേസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൻ്റെ കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നോക്കിയാൽ 287.5 287.5 അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. കാരണം അതിൽ 2ഉം 8ഉം 7ഉം എന്ന് പറയുന്നത് മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് ആണ്, അതായത് സർട്ടൈൻ ഡിജിറ്റ്സ് ആണ്. 5 എന്ന് പറയുന്നത് ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്. 5 എന്ന് പറയുന്നത് ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്. അപ്പോൾ അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അടുത്തത് നോക്കിയാൽ 0.02308 0.02308 അതിലും 4 എണ്ണം ഉള്ളൂ. അതിൽ 0.0 ആ 2 പൂജ്യങ്ങളുണ്ടല്ലോ, ആ 2 പൂജ്യങ്ങൾ നമ്മൾ റിലയബിൾ ഡിജിറ്റുകളല്ല. മനസ്സിലാണല്ലോ, അവരൊന്നും റിലയബിൾ ഡിജിറ്റുകളല്ല. അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ തരത്തിലൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ടൊന്നും അവർ റിലയബിൾ ഡിജിറ്റുകളല്ല. ഇപ്പോൾ 0.02308 വേണമെങ്കിൽ 2.038 ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞൊരു പവറിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ 0 പോയില്ലോ, അപ്പോൾ അത് അൺസർട്ടൈൻ ആണ്. അപ്പോൾ 0.0 ആ 2 പൂജ്യങ്ങളും അൺസർട്ടൈൻ ഡിജിറ്റ്സ് ആണ്. പക്ഷേ 2, 3, 0, 8 ഇവരൊക്കെ എന്താണ്? മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് ആണ്. മോസ്റ്റ് റിലയബിൾ ഡിജിറ്റ്സ് ആണ്. അതുകൊണ്ട് ആ 4 എണ്ണത്തിന് നമുക്ക് എന്താണെന്ന് പറയാം? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയാം. പക്ഷെ നമുക്ക് ഇത്രയൊന്നും അറിഞ്ഞിരുന്നാൽ പോരാ. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റുകളൊക്കെ നമ്മളെ കയ്യിൽ തരുമ്പോൾ നമുക്കതിൽ നിന്ന് എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതിൻ്റെ കുറച്ച് നിയമങ്ങൾ പഠിക്കണം, റൂൾസ് പഠിക്കണം. ആ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. റൂൾസ് ടു ഡിറ്റർമിൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്.
റൂൾസ് ടു ഡിറ്റർമിൻ ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതിൽ ആദ്യത്തെ റൂള് ഒരു 4-5-6 റൂളുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ റൂള്, ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഏതാണ് പൂജ്യമല്ലാത്ത നമ്പറുകൾ? അവയൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. പൂജ്യമല്ലാത്ത നമ്പറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളും ഏത് സാഹചര്യത്തിൽ വന്നാലും നമുക്ക് അവരൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ഏത് സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ 23 × 10⁵5, ആ 10⁵5 എന്ന് എഴുതിയേക്കണതിൽ 10ഉം 5 ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ 23-ലെ 2ഉം 3ഉം എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. മനസ്സിലാവുണ്ടല്ലോ. 4999 അതിലെ 4ഉം പിന്നെ ബാക്കി എടുക്കുന്ന 3 9കളും എന്ത് തന്നെയാണ്? ഈ പറയണ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. മനസ്സിലാവുണ്ടല്ലോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അപ്പോൾ ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ റൂള്, നമ്മൾ ആദ്യം പറഞ്ഞത് സീറോകളെ നോൺ സീറോ ഡിജിറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ സീറോകളുടെ അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ റൂൾ പറയുന്നത്. രണ്ടാമത്തെ റൂൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് നോ മാറ്റർ വെയർ ദ ഡെസിമൽ പോയിന്റ് ഈസ്, ഇഫ് അറ്റ് ഓൾ. അതായത് ഉണ്ടെങ്കിൽ കൂടി കേട്ടോ, അതായത് ഉണ്ടെങ്കിൽ കൂടി അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനത് ഉൾപ്പെടുത്തിയില്ലേ. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് നോ മാറ്റർ വെയർ ദ ഡെസിമൽ പോയിന്റ് ഈസ്. ഓക്കെ, എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ പൂജ്യങ്ങളും നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളാണെന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പൂജ്യങ്ങൾ പൂജ്യമല്ലാത്ത 2 നമ്പറുകളുടെ ഇടയിൽ കിടക്കണം. പൂജ്യമല്ലാത്ത 2 നമ്പറുകളുടെ ഇടയിൽ കിടക്കണം. അങ്ങനെയാണെങ്കിൽ ആ പൂജ്യമല്ലാത്ത 2 നമ്പറുകൾക്കിടയിൽ എടുക്കുന്ന എല്ലാ പൂജ്യങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കാം. ഉദാഹരണം, കഴിഞ്ഞ വർഷം 2019 നമ്മളെടുക്കുക. 2019 എടുക്കുക. 2019 2 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 9 ഉണ്ട് അല്ലേ? അതിൽ 2ഉം 1നും ഇടയിലാണ് ആര് എടുക്കണേ? പൂജ്യം എടുക്കണേ. അപ്പോൾ 2ഉം 1ഉം എന്ന് പറയുന്നത് എന്താണ്? നോൺ സീറോ ഡിജിറ്റാണ് അല്ലേ? അവർക്കിടയിലാണ് പൂജ്യം എടുക്കുന്നത്. അപ്പോൾ ആ പൂജ്യത്തിനെ നമുക്ക് എന്ത് പറയാം? ആ പൂജ്യത്തിനെ വേണമെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വിളിക്കാം. അപ്പോൾ 2019 എന്ന് പറയുന്ന വർഷം, ആ വർഷം എടുക്കുകയാണെങ്കിൽ 2019 നമുക്ക് എന്ത് പറയാം? 2019 2ഉം 0ഉം 1ഉം 9ഉം കൂടി മൊത്തം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനിയിപ്പോൾ അത് 2019 എന്നുള്ള നമ്പർ നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോൾ 2.019 എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോഴും അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ അതിന് പകരം 20.19 എന്ന് പറഞ്ഞ് നിൽക്കും, അപ്പോഴും അതിനകത്ത് എത്ര തന്നെയാണ്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനിയിപ്പോൾ 201.9 എന്ന് പറഞ്ഞ് നിൽക്കും, അപ്പോഴും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ഇനിയിപ്പോൾ 0.2019 പറഞ്ഞു നിൽക്കും, അപ്പോഴും അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്? 4 സിഗ്നിഫിക്കൻറ്റ്. അതാണ് ഇഫ് നോ മാറ്റർ വെയർ ദ ഡെസിമൽ പോയിന്റ് ഈസ്. അതാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ ദ സീറോസ് between 2 non-zero digits are significant no matter where the decimal point is. ഓക്കെ, അതാണ് ഈസ്. നമുക്കതിൻ്റെ എക്സാമ്പിൾസൊക്കെ അവസാനം ചെയ്യാം കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ പോയിൻറ്റ്സിൻ്റെയും കൂടെ ഇങ്ങനെ എഴുതി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ ഇത്തിരി നമ്മൾ ആലോചിച്ച് എഴുതേണ്ട റൂളാണ്, ആലോചിച്ച് പഠിക്കേണ്ട റൂളാണ്. തേർഡ് റൂൾ, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 the zeros on the right of the decimal point but to the left of the first non-zero digit are not significant. എന്താണ്? ഒന്നുകൂടെ പറയാം നമുക്ക്. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 the zeros to the right of the decimal point but to the left of the first non-zero digit are not significant. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ എന്തായാലും തുടക്കം തന്നെ പോയിന്റ് ഉണ്ടാവും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഒരു നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന, അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ റൈറ്റിൽ കിടക്കുന്ന സീറോസ്, അല്ലെങ്കിൽ ആ മെഷർമെൻറ്റിൻ്റെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിൻ്റെ ലെഫ്റ്റിലെടുക്കുന്ന സീറോസ്, ഇവരൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ
0.002308. The underlined zeros are not significant. Underlined zeros are not significant. എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ 0.002308 അല്ലേ? അപ്പോൾ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ട് സീറോസ് നോക്കിയാൽ ഡെസിമലിൻ്റെ റൈറ്റിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് ആരെ 2 ആണ്, 2ൻ്റെ ലെഫ്റ്റിലാണ്. അത് നമ്മൾ മുകളിൽ എഴുതിക്കണം. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, the zeros on the right of the decimal, but to the left of the non-zero digits, first non-zero digits are not significant. ഓക്കെ, അപ്പോൾ 0.002308 അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന രണ്ട് സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ഉണ്ടെന്ന് പറയാം? 2, 3, 0, 8, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള ഇതിൽ നമ്മളുടെ ആ ഒരു മെഷർമെൻറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിലുള്ള 3 റൂളുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിനി നെക്സ്റ്റ് റൂളിലേക്കാണ് കടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് റൂള്, 4th റൂള്, പൂജ്യങ്ങളെ കുറിച്ചുള്ള റൂൾ തന്നെയാണ്. The terminal zeros or trailing zeros in a number without a decimal point are not significant. എന്താ ഉദ്ദേശിക്കുന്നത്? The terminal zeros or trailing zeros in a number without a decimal point are not significant. എന്താ ഉദ്ദേശിക്കുന്നത്? ടെർമിനൽ അല്ലെങ്കിൽ ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ വാലറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ. അപ്പോൾ ഒരു മെഷർമെൻറ്റ് എഴുതിയിട്ട് ഏറ്റവും അവസാനം കിടക്കുന്ന പൂജ്യങ്ങളൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. ഓക്കെ, ഒരു മെഷർമെൻറ്റിൻ്റെ ഏറ്റവും അവസാനം വരുന്ന പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ. ഡെസിമൽ പോയിൻ്റ് ഇല്ലാണ്ട് ഒരു മെഷർമെൻറ്റിൻ്റെ ഏറ്റവും അവസാനം കിടക്കുന്ന പൂജ്യങ്ങളൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. ഓക്കെ, ഇനി അതേ ട്രെയിലിംഗ് സീറോസിനെ കുറിച്ചാണ് നമ്മൾ ഒരു റൂള് പറയാൻ പോകുന്നത്. 5ാമത്തെ റൂൾ കേട്ടോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ വിത്തൗട്ട് ഡെസിമൽ എന്ന് പറഞ്ഞത് 5ാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ട്രെയിലിംഗ് സീറോസ് ഓർ ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ point are significant. The trailing zeros or terminal zeros in a number with the decimal point are significant figures. ഓക്കെ, അതായത് ഒരു മെഷർമെൻറ്റിൻ്റെ അവസാനം കിടക്കുന്ന പൂജ്യങ്ങൾക്ക് മുൻപ് ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പൂജ്യങ്ങൾ അവസാനം ടെർമിനൽ സീറോസ് ആണ്. ആ പൂജ്യങ്ങളെ നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും? ആ പൂജ്യങ്ങളെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കേണ്ടി വരും. ഒരു മെഷർമെൻറ്റിൻ്റെ അവസാനം കിടക്കുന്ന പൂജ്യങ്ങൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷമാണ് കിടക്കുന്നതെങ്കിൽ അത് എത്ര പൂജ്യങ്ങളായിക്കോട്ടെ അവരൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് 4ൻ്റെയും 5ൻ്റെയും 4th റൂളിൻ്റെയും 5th റൂളിൻ്റെയും ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം 4th റൂളിൻ്റെ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ 12300 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? 12300 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സീറോസ് അവരെന്തല്ല? ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അത് ഞാൻ അണ്ടർലൈൻ സീറോസ് എന്ന് എഴുതിയില്ല കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 12300 അണ്ടർലൈൻ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. കാരണം അവർ ട്രെയിലിംഗ് സീറോസാണ്, അവർക്ക് മുൻപ് എന്തില്ല? ഡെസിമലില്ല. ഇനി 5ാമത്തെ എക്സാമ്പിൾ നോക്കൂ. ദ നമ്പർ 3.500 ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഈ 3.500 ഈ പൂജ്യങ്ങളെല്ലാം അവസാനം കിടക്കുന്ന പൂജ്യങ്ങളെല്ലാം ട്രെയിലിംഗ് സീറോസാണ് അല്ലെങ്കിൽ ടെർമിനൽ സീറോസാണ്. പക്ഷെ അവരൊക്കെ ഡെസിമലിന് ശേഷം വരുന്നത്. ഡെസിമലിന് ശേഷം വരുന്ന കാരണം നമുക്ക് ആ പൂജ്യങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ 35.00 എന്നാണെങ്കിലും എന്തുതന്നെയാണ്? ആ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ 23.000 എന്നെടുത്താണെങ്കിലും ആ സീറോകളൊക്കെ എന്തുതന്നെയാണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് 5 റൂൾസ്. ഒരു 5 റൂളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഒരു നോട്ട് നോക്കുക നിങ്ങൾ. ദ ചോയ്സ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് നമ്മളിപ്പോൾ പല യൂണിറ്റുകൾ എടുത്തു, ആ പല യൂണിറ്റുകളിൽ ഒരേ മെഷർമെൻറ്റ് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പല യൂണിറ്റുകളാണെങ്കിലും ആ മെഷർമെൻറ്റിൻ്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് മാറ്റം വരില്ല. ഉദാഹരണം നോക്കൂ, 123 മീറ്ററിനെ 12300 സെൻറ്റിമീറ്റർ എന്ന് എഴുതാലോ.
1,23,000 മില്ലിമീറ്റർ എന്ന് എഴുതാലോ. പക്ഷേ ആ 3 മെഷർമെൻറ്റുകളിലും, അതായത് 123 മീറ്റർ എന്ന് പറയുന്നതും 12,300 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും 1,23,000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും അവരിൽ ആ 3 മെഷർമെൻറ്റുകളിലും 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ. ഏതൊക്കെയാണ്? 1, 2, 3. അപ്പോൾ 1, 2, 3 മീറ്ററിൽ നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്ന കാരണം അവർ 3 ആൾക്കാർ സിഗ്നിഫിക്കൻ്റ്. ഇനി 1, 2, 3, 00 സെൻറ്റിമീറ്ററിൽ എന്താ? അതിൽ ആ 2 സീറോസും ട്രെയിലിംഗ് സീറോസാണ്, ഡെസിമൽ ഇല്ലാണ്ട് എടുക്കണേ അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് പറയേണ്ടി വരും? സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയേണ്ടി വരും. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല എന്ന് പറയേണ്ടി വരും. ഇനി 1, 2, 3, 000 മില്ലിമീറ്റർ, അതിൽ 3 സീറോസ് ഉണ്ട്. ആ 3 സീറോകളും എന്തല്ല, ഡെസിമലിന് ശേഷമല്ല വന്നിങ്ങനെ. അപ്പോൾ അവരെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇത് യൂണിറ്റ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു മെഷർമെൻറ്റ് തരാണ്, അതായത് 1000 കിലോഗ്രാം എന്നൊന്നു. 1000 കിലോഗ്രാമിലെ 1ഉം 0ഉം 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 എന്ത് തന്നെയാണ്? സിഗ്നിഫിക്കൻ്റാണ്. നമുക്ക് ചുമ്മാ അങ്ങനെ തരാണെങ്കിൽ 1000 കിലോഗ്രാം എന്ന് വെറുതെ പറഞ്ഞ് തരാണെങ്കിൽ അതെന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് കേട്ടോ. ആ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അത് ഞാൻ ക്ലിയർ ആക്കി തരാം നിങ്ങൾക്ക്. ഓക്കെ. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കട്ടോ. ഞാനിപ്പോൾ ഈ സ്ലൈഡിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയാണ്. ഇനി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കാരണം ഇതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ റൂൾസ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്. ആദ്യത്തെ എക്സാമ്പിൾ 1.62. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 ഉണ്ട്. കാരണം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. നെക്സ്റ്റ് 4,005 മീറ്റർ. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 ഉണ്ട്. കാരണം 4ഉം 5ഉം ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. പിന്നെ കിടക്കുന്ന 2 പൂജ്യങ്ങൾ നോൺ സീറോ ഡിജിറ്റുകളായിട്ടുള്ള 4ൻ്റെ 5ൻ്റെ ഇടയിൽ എടുക്കുന്ന കാരണം അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. 202 കിലോഗ്രാം. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഈ SF എന്ന് എഴുതിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. SF എഴുതുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ്. ഓക്കെ. ഇനി 1.062 മീറ്റർ. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്? 4 തന്നെ. 3500 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ 3500-ലെ അവസാനം കിടക്കുന്ന പൂജ്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കണം? ടെർമിനൽ സീറോസ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ്. അവരൊന്നും എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. അപ്പോൾ 3ഉം 5ഉം മാത്രമേ അതിനകത്ത് എന്തുള്ളൂ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ. അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 3500-ൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ആറാമത്തെ എക്സാമ്പിൾ നോക്കൂ. 4.700. അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് 5ാമത്തെ റൂൾ അനുസരിച്ചാണ് അത് അല്ലേ. ട്രെയിലിംഗ് സീറോസ് വിത്ത് ഡെസിമൽ ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 4.700-ൽ അവസാനം എടുക്കുന്ന പൂജ്യങ്ങളടക്കം കൂട്ടാണെങ്കിൽ 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി 6.02 × 10⁻23. അതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ. 10⁻23 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ 6.02 അത് നമുക്ക് വളരെ പരിചയമായിട്ടുള്ളൊരു നമ്പറാണ്, അവഗാഡ്രോ നമ്പർ അല്ലേ. അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ? 3 ഉള്ളൂ. 6ഉം 0ഉം 2ഉം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അധികം ഉണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ചിട്ട്. അപ്പോൾ 1000.00 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ? എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? അങ്ങനെയൊക്കെ നമുക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ എന്നതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ കുറച്ച് കോമ്പിനേഷനൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് എക്സാമ്പിൾസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്ര എടുക്കണമല്ലോ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.